ഇന്ത്യയുമായി കൊമ്പ് കോർത്തതോടുകൂടി വലിയ നഷ്ടമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചതുപോലെയായി കാര്യങ്ങൾ. ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യ കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തതോടുകൂടിയാണ് പാകിസ്ഥാൻ ആകെ വെട്ടിലായത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്നും കരകയറാൻ സാധിക്കാതെ നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും. പാകിസ്ഥാനിലേക്ക് കപ്പൽ വഴി ചരക്കുകൾ എത്തിക്കുന്നതിന് നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. 30 മുതൽ 50 ദിവസം വരെ വൈകിയാണ് ചരക്ക് കപ്പലുകൾ പാകിസ്ഥാനിൽ എത്തുന്നതത്രേ. 2019 മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടക്ക് ശക്തമായിരുന്നു. അതിനിടെയാണ് ആഴ്ചകൾക്ക് മുൻപ് കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടന്നതും നിരവധി ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടതും. പാകിസ്ഥാനിലെ സായുധ സംഘങ്ങളുടെ ക്യാമ്പുകൾ തകർത്ത ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ നൽകിയത്. അതിനു പുറമെയാണ് മറ്റു ചില തിരിച്ചടികൾ കൂടി പാകിസ്ഥാനിന് നേരിടേണ്ടി വന്നത്. പാകിസ്ഥാനിൽ നിന്നുമുള്ള കപ്പലുകൾ, പാകിസ്ഥാനിലേക്ക് പോകുന്ന കപ്പലുകൾ എന്നിവയ്ക്കെല്ലാം ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധനമുണ്ട്. ഈ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കു കപ്പലുകൾ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത്. ഇത് കപ്പൽ ചരക്കു കടത്തുകൂലി വർദ്ധിക്കാനും ചരക്കുകൾ എത്തുന്നത് വൈകാനും ഇടയായിട്ടുണ്ട്. 50 ദിവസം വരെ വൈകിയാണ് ചരക്കുകൾ എത്തുന്നത് എന്ന് കറാച്ചിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജാവേദ് ബിൽബാനി ഡോൺ പത്രത്തോട് പറഞ്ഞിട്ടുണ്ട്. മെയ് 2 മുതലാണ് ഇന്ത്യ പാകിസ്ഥാൻ ചരക്കു കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. വലിയ കപ്പലുകൾ ഇപ്പോൾ പാകിസ്ഥാൻ തീരങ്ങളിലേക്ക് വരുന്നില്ല. പകരം ചെറു കപ്പലുകളാണ് എത്തുന്നത്. ഇത് ചരക്കു കടത്ത് കൂലി കൂടാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതും പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ട്. ചരക്ക് കൂലി കൂടിയതോടുകൂടി അവശ്യ വസ്തുക്കളുടെയും വില വർദ്ധിച്ചു. വലിയ തുകയാണ് ഈ ഇനത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന നഷ്ടം. പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതി പ്രധാനമായും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്ത വസ്തുക്കളെയാണ്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ നവീകരിച്ചുകൊണ്ട് അധിക ചേരുവകൾ ചേർത്ത് കയറ്റുമതി ചെയ്താണ് പാകിസ്ഥാനിലെ വ്യവസായികൾ നേട്ടം കൊയ്യുന്നത്. ഇറക്കുമതി ചെലവ് കൂടിയോടുകൂടി ഇൻപുട്ടുകൾക്ക് വില കൂടുകയും കയറ്റുമതി പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ഇപ്പോൾ 200% ചുങ്കം ചുമത്തുന്നുമുണ്ട്. അല്ലെങ്കിലും കുറച്ചു കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അത്ര രസത്തിലല്ല എന്ന് വേണം പറയാൻ. 2018 20,062 കോടിയുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു. 2024 കണക്ക് പ്രകാരം ഇത് പകുതിയായിട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. 2019 പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് 4,680 കോടിയുടെ ചരക്കുകളാണ് കയറ്റുമതി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് വെറും 4 കോടിയുടെ ചരക്കായി കുറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുമായി വീണ്ടും നല്ല രീതിയിലാവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഭീകരവാദികളായ പാകിസ്ഥാനോട് ഇനി ഒരു തരത്തിലുമുള്ള അടുപ്പം ഉണ്ടാകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.